വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ ഈക്വൽ സൈസിൽ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുത്ത ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ക്ലോത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ക്ലോത്ത് എന്ന് പറഞ്ഞേക്കാൻ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന കട്ട് പീസ് തുണികളാണ്. ചുരിദാറും അതുപോലെ തന്നെ ബ്ലൗസും ഒക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കിട്ടുന്ന ആ ഒരു കട്ട് പീസ് തുണിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസൈനർ തുണികളൊക്കെ എടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അങ്ങനത്തെ തുണികളൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ 4ആയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് നമ്മൾ കനം കുറഞ്ഞ് വീതിയില്ലാത്ത ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചുറ്റി മടക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ കട്ടിയുള്ള തുണി ആകുമ്പോഴത്തേക്കും പ്രശ്നമൊന്നും വരത്തില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോയ് ഏകദേശം ഇവിടെ സെറ്റായി കിട്ടും. അപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാതെ നമുക്കൊരു ബോയ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെയാണ് തയ്യൽ മെഷീൻ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മളൊരു ബോ സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു തുണി വെച്ചിട്ട് വീതിയില്ലാത്ത അല്ലെങ്കിൽ കനം കുറഞ്ഞ തുണി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പശയുണ്ടെങ്കിൽ പശ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബോയ് ഏകദേശം ഇവിടെ സെറ്റാണ്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി പ്രസ് ചെയ്തിട്ട് വേണം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പശ എന്ന് പറഞ്ഞേക്കുന്നത് ഫെവിബോണ്ടാണ്. നിങ്ങൾക്ക് നമ്മളിവിടെ ക്ലോത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ഒക്കെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു തുണി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ട്രയാങ്കിൾ നമ്മൾ സ്കാർഫൊക്കെ വെക്കുമല്ലോ, ആ സ്കാർഫിൻ്റെ ഒരു ഷേപ്പിൽ തുണി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. കൂടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൂചി നൂലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് തുണി വെച്ചിട്ടാണെങ്കിൽ നമുക്കിതുപോലെ സൂചി നൂലും ഇല്ല, തയ്യൽ മെഷീനും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് തുണി വെച്ചിട്ട് വീതി കുറഞ്ഞ കനം ഇല്ലാത്ത തുണി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ തുണി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വേറെ ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് നമ്മളിതുപോലെ കനം കുറഞ്ഞ വീതിയില്ലാത്ത തുണി വെച്ചിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് മെഷീൻ, അതായത് തയ്യൽ മെഷീൻ ഇല്ലാതെ നമുക്കൊരു ബോ ചെയ്തെടുക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബോ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അരികൊക്കെ നന്നായിട്ട് തയ്ച്ച് വേണേൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഇതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണേലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓർഗൻസ തുണിയിലൊക്കെ ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബോയ അതിനെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റിംഗ് കളറായിട്ടുള്ള തുണികൾ എടുക്കുക. അല്ലെങ്കിൽ സെയിം തുണിയായാലും സെയിം ക്ലോത്തിൻ്റെ തുണിയായാലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഒരു ബ്ലൂവിന് പകരം ഒരു നേവി ബ്ലൂവിന് പകരം ഒരു റെഡിൻ്റെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊന്ന് നല്ല രീതിയിൽ ടൈറ്റായിട്ട് മുറുക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫെവിബോണ്ടാണ് ഒട്ടിക്കുന്നത്, പശ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിബോണ്ട് ആണെങ്കിൽ സാധാരണ എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്കിതിൽ ബോ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തയ്യൽ മെഷീൻ ഇല്ലാതെ നമ്മളൊരു ഒരു ബോ നമ്മൾ സെറ്റ് ചെയ്തുണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഈ അല്ലാതെ ഈ മണ്ടവശം ഇല്ലാത്ത ക്ലിപ്പുകളുണ്ടല്ലോ, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും സ്റ്റീലിൻ്റെ. നമ്മൾ തലയിലൊക്കെ വെക്കുന്ന ക്ലിപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്റ്റീലിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുഷസോ അല്ലെങ്കിൽ ഈ തലയിൽ കെട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്സോ ടിക് ടാക്സോ അല്ലെങ്കിൽ പുഴു ഉണ്ടല്ലോ, നമ്മൾ തലയിൽ കെട്ടുന്ന ബുഷുകളുണ്ടല്ലോ, ആ ബുഷുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിതുപോലെ തയ്യൽ മെഷീൻ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ തുടങ്ങി ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബോസൊക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിനുണ്ട്. ക്രിയേറ്റീവായിട്ട് റീൽസൊക്കെ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് വാങ്ങിക്കാൻ വേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ
ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ഡിയേഴ്സ്.